ഹലോ ഗൈസ്. സോ ഈ ആഴ്ച ഞാൻ വീഡിയോസൊക്കെ ചെയ്യണം എന്നോർത്തിരിക്കുമായിരുന്നു. പക്ഷേ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സൗണ്ട് ക്ലിയർ അല്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അധികം വീഡിയോസ് അന്നേരം പുഷ് ചെയ്യാഞ്ഞത്. ആൻഡ് ഈ ആഴ്ച എടുക്കുന്ന ട്രേഡ്സ് എല്ലാം തന്നെ ഞാൻ റെക്കോർഡ് ചെയ്ത് അതിൻ്റെ ടോപ്പ് ഡൗൺ അനാലിസിസ് ചെയ്യണം എന്നോർത്തിരിക്കുമായിരുന്നു. ഞാൻ ആകെ ഒരു ട്രേഡ് ഈ ആഴ്ച എടുത്തിട്ടുള്ളൂ. അത് ട്യൂസ്ഡേ ലണ്ടൻ സെഷനിൽ എടുത്തതാണ്. എൻ്റെ ഇനീഷ്യൽ ഡയറക്ഷനിലേക്ക് തന്നെയാണ് പ്രൈസ് മൂവ് ചെയ്യുന്നത്. പക്ഷേ ഞാൻ ഇച്ചിരി നേരത്തെ കയറിപ്പോയി ആ ട്രെയിനിനകത്ത്. സോ എൻ്റെ എക്സിക്യൂഷൻ നേരത്തെ ആയതുകൊണ്ട് അത് തന്നെ സ്റ്റോപ്പ് ഔട്ട് ചെയ്തിട്ട് പിന്നെ മൂവ് ചെയ്യായിരുന്നു. അത്യാവശ്യം നല്ല വോളറ്റൈലാണ് മാർക്കറ്റ്. സോ മേളിലേക്ക് എന്നെ സ്റ്റോപ്പ് ഔട്ട് ചെയ്തിട്ട് മൂവ് ചെയ്താലും ഒരു 100 രൂപ മേളിലേക്ക് പോകും. അങ്ങനെ പോയി. അതിനുശേഷം തിരിഞ്ഞപ്പോൾ എനിക്ക് പിന്നീട് കയറാനുള്ളൊരു മൈൻഡ് ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ കയറിയില്ല. അത് കഴിഞ്ഞിട്ട് പിന്നീടൊന്നും എനിക്ക് ട്രേഡ് എടുക്കാൻ പറ്റിയില്ല. പറ്റിയില്ലെന്ന് പറഞ്ഞാൽ മാർക്കറ്റിനകത്ത് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഒരു 5 മിനിറ്റ് 10 മിനിറ്റിനുള്ളിൽ പ്രൈസ് ഓൾറെഡി 100 രൂപയും 200 രൂപയൊക്കെ മൂവ് തരുന്നത്. സോ അത്രത്തോളം ക്രേസി വോളറ്റൈൽ മാർക്കറ്റാണ്. സോ നമുക്കിട്ട് ഹിറ്റ് ചെയ്യുവാണെങ്കിൽ അതുപോലെ ഹിറ്റ് ചെയ്യും, അത് വേറെ കാര്യം. പക്ഷേ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, എടുക്കാൻ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പക്ഷേ എനിക്കങ്ങോട്ട് കയറാൻ പറ്റുന്നില്ല. ഞാൻ അതിനകത്ത് എന്തെങ്കിലും 2 ദിവസമായിട്ട് ഞാൻ എൻട്രീസ് വെക്കുന്നിടത്തേക്ക് പ്രൈസ് വരുന്നില്ല. ഞാൻ ലിമിറ്റ് ഓർഡർ ഇടും, അത് ട്രിഗർ ചെയ്യാതെ പ്രൈസ് റൺ ചെയ്യും. ഞാൻ പിന്നെ ലിമിറ്റ് ഓർഡർ ഇടും, അത് ട്രിഗർ ചെയ്യാതെ പ്രൈസ് റൺ ചെയ്യും. ഇന്നലെ ഞാൻ 2 പ്രാവശ്യം ലിമിറ്റ് ഓർഡർ ഇട്ടിട്ട് അത് 2 ട്രിഗർ ചെയ്യാതെ പ്രൈസ് റൺ ചെയ്തു. സോ ഞാൻ ചേസ് ചെയ്യാൻ പോയില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ട്രേഡ്സ് ഒന്നും എടുത്തില്ല. ജസ്റ്റ് എനിക്കിപ്പോൾ വാച്ച് ചെയ്യാൻ മാത്രമേ പറ്റുന്നുള്ളൂ. ചാർട്ടിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഇരിക്കുക, കാണുക, അത് ഓടുന്നത് കാണുക എന്നുള്ളതല്ലാതെ അതിനകത്ത് മാർക്കറ്റിൽ എൻട്രി ചെയ്താൽ എനിക്ക് തോന്നുന്നു എൻട്രീസ് കിട്ടുമെന്ന് തോന്നുന്നു. പക്ഷേ എൻ്റെ റിസ്ക് അന്നേരം പ്രോപ്പർ ആവില്ല എന്നെനിക്ക് ഡൗട്ട് ഉള്ളതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ടും ലിമിറ്റിൽ എൻട്രി ചെയ്യാറ്. എനിക്ക് കുറച്ച് കോൺഫിഡൻസ് കുറഞ്ഞിട്ടുണ്ട്. അതെനിക്ക് തിരിച്ച് കൊണ്ടുവരണം. കാരണം എനിക്ക് ബയസ് ഉണ്ടെങ്കിൽ പോലും അതിനകത്ത് കയറാൻ എൻ്റെ ഗട്ട് ഫീലിങ്ങിന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇന്ന് അതുകൊണ്ട് 2 ഓപ്പർച്യൂണിറ്റി അങ്ങനെ പോയി. ഇനി ഞാൻ വൈകിട്ട് മാത്രമേ ട്രേഡ് എടുക്കുന്നുള്ളൂ. അപ്പോൾ ജസ്റ്റ് ഒരു അപ്ഡേറ്റ് തരാമെന്ന് ഓർത്തു ഈ ആഴ്ച. പിന്നെ ഞാൻ അധികം വീഡിയോസൊന്നും ചെയ്തിട്ടില്ലാത്തതുകൊണ്ടും ഒരു അപ്ഡേറ്റ് തന്നിട്ട് പോകുമെന്ന് ഓർത്തു. സോ ഞാൻ ഇനി ട്രേഡ് എടുക്കുന്നുണ്ടെങ്കിൽ ആ കൂട്ടത്തിൽ ഞാൻ ഫസ്റ്റത്തെ ലോസോടെ കാണിക്കാം. ആൻഡ് ഇനി വരുന്ന ട്രേഡ്സിൻ്റെ ടോപ്പ് ഡൗൺ അനാലിസിസ് തരാം. ഐ ഹോപ്പ് ടു ഗെറ്റ് എ ഗുഡ് ട്രേഡ് ദിസ് വീക്ക്. നമ്മളിപ്പം ഒരു ലോസ് എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. വേറെ ട്രേഡ്സ് ഒന്നും എടുക്കാൻ പോലും പറ്റിയില്ല. സോ ഒരു നിസ്സഹായ അവസ്ഥയാണ്. നോക്കിയിരിക്കുക എന്നുള്ളത് മാത്രമേ ഇപ്പോൾ പറ്റുന്നുള്ളൂ. ആൻഡ് അതിനൊരു പോസിറ്റീവ് സൈഡ് ഉള്ളതെന്ന് പറഞ്ഞാൽ ഞാനിതൊരു പൈസ ഒന്നും കളഞ്ഞില്ല. വേറെ അനാവശ്യമായിട്ട് ചേസ് ചെയ്ത് പോയി പൈസയൊന്നും എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടില്ല. സോ അതിൽ ഞാൻ ഹാപ്പിയാണ്. സോ നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അത്രത്തോളം നല്ല മാർക്കറ്റാണിപ്പം. നല്ല മാർക്കറ്റ് ഞാൻ ഇതുവരെ ട്രേഡിങ് ചെയ്തതിനകത്ത് ഞാൻ ഇതുപോലത്തെ ഒരു മാർക്കറ്റ് കണ്ടിട്ടേ ഇല്ല. അതുകൊണ്ട് തന്നെയാണ് എനിക്കൊരു പേടിയുള്ളത്. ഞാൻ എക്സ്പീരിയൻസ് ചെയ്യാത്തൊരു മാർക്കറ്റ് ആയതുകൊണ്ട് ഇത്രയും വോളറ്റിലിറ്റി ഞാൻ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ചെയ്യുക. കഴിഞ്ഞ ദിവസം ഒരു 5 മിനിറ്റ് ക്യാൻഡിൽ പോയത് 600 രൂപ. മൈ ഗോഡ്. പണ്ടൊക്കെ 100 രൂപ പിടിക്കാൻ വേണ്ടി അല്ലെങ്കിൽ 100 രൂപ കിട്ടിയാൽ ഭാഗ്യം എന്ന് പറയുന്ന സമയത്ത് ഇപ്പോൾ ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റിനുള്ളിൽ മൂവ് ചെയ്യുന്നത് 100 രൂപ 200 രൂപയൊക്കെയാണ് മൂവ് ചെയ്യുന്നത്. സോ അതിനകത്ത് ഒരുപാട് നമുക്ക് വിൻ ചെയ്യാൻ പറ്റും. പക്ഷേ എനിക്കിപ്പം കറൻ്റ്ലി ഈ മാർക്കറ്റ് എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ടും ഒരു ചെറിയ പേടി കിടക്കുന്നതുകൊണ്ടും എനിക്കൊന്നും എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ആൻഡ് ഓൾസോ ഞാൻ എൻ്റെ ബയസൊക്കെ കറക്റ്റാണ്, എൻ്റെ ഡയറക്ഷൻ കറക്റ്റാണ്, എങ്ങോട്ട് പ്രൈസ് മൂവ് ചെയ്യുമെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയാം. പക്ഷേ അങ്ങോട്ട് എക്സിക്യൂട്ട് ചെയ്യാനുള്ളൊരു പവർ എനിക്ക് കിട്ടുന്നില്ല. സോ ഇനി ലണ്ടൻ സെഷനിൽ ഞാൻ ഇനി ട്രേഡ് എടുക്കുന്നില്ല. ഞാൻ 2 നോക്കി വെച്ചു. ഒരെണ്ണം ട്രിഗർ ആകാതെ പോയി, ഒരെണ്ണം എനിക്ക് കോൺഫിഡൻസ് ഇല്ലാതെ പോയി. അതുകൊണ്ട് ഇനി ഞാനത് ചേസ് ചെയ്ത് പോകുന്നില്ല. ഞാൻ ന്യൂയോർക്ക് സെഷനിൽ മാത്രമേ ഇനി ട്രേഡ്സ് എടുക്കുന്നുള്ളൂ. സോ ഇനി ന്യൂയോർക്ക് സെഷനും നാളെ 2 സെഷൻസും ഉണ്ട്. സോ ന്യൂസ് കഴിഞ്ഞിട്ട് വേണം ഇന്ന് ട്രേഡ് എടുക്കാൻ. സോ ഞാൻ ജസ്റ്റ് ഒരു അപ്ഡേറ്റ് തന്നിട്ട് പോകുന്ന ഓർത്തു. അതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. നിങ്ങളുടെ ജേണി എങ്ങനെ പോകുന്നുണ്ടോ, നിങ്ങൾക്ക് എങ്ങനെ നല്ല ട്രേഡ്സ് കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യമൊക്കെ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. എൻ്റെ ലൂസിങ് ട്രേഡ്സ് ആണെങ്കിൽ പോലും കുഴപ്പമില്ല. ബി കെയർഫുൾ ഇൻ ദീസ് മാർക്കറ്റ്സ്. ഗോൾഡ് ഇപ്പം ആരെയും ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല ട്രേഡ് ചെയ്യാൻ. ഇറ്റ്സ് ടു ഡേഞ്ചറസ് ടു റെക്കമെൻഡ്. അപ്പോൾ ബിഗിനേഴ്സായിട്ട് ആരെങ്കിലും വരുവാണെങ്കിൽ പോലും അവർക്ക് ചിലപ്പോൾ ഇനീഷ്യലി ഒരു 1-2 വിൻസ് കിട്ടിയെന്ന് വരാം. പക്ഷേ മാർക്കറ്റ് അറിയത്തില്ലെങ്കിൽ യു വിൽ ലൂസ് എ ലോട്ട്. പെട്ടെന്ന് സ്റ്റോപ്പ് ഔട്ട് ആകും. കാരണം അത്രത്തോളം ഹെവി ലോട്ടിലാണ് പ്രൈസ് മൂവ് ചെയ്യുന്നത്. ഹെവി വോളറ്റൈലായിട്ടാണ് പ്രൈസ് മൂവ് ചെയ്യുന്നത്. സോ നിങ്ങളുടെ റിസ്ക് മാനേജ്മെൻറ്റ് പ്രോപ്പർ അല്ലെങ്കിൽ വാഷ് ഔട്ട് ആവാൻ എളുപ്പമുള്ളൊരു മാർക്കറ്റും കൂടിയാണ്. സോ ബി കെയർഫുൾ ഗൈസ്. ഞാൻ കെയർഫുൾ ആയിട്ടായിരിക്കുന്നത്. സോ എനിക്ക് 5K അക്കൗണ്ട് പിന്നീട് അങ്ങോട്ട് പുഷ് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ എപ്പോഴും അത് തന്നെ റൺ ചെയ്യുന്നത്. സോ ഐ ബി വാച്ചിങ് പ്രൈസ്
ആൻഡ് നല്ല ട്രേഡ്സ് വരട്ടെ, ഓപ്പർച്യൂണിറ്റി കിട്ടട്ടെ, എടുക്കാൻ പറ്റട്ടെ. ബൈ.